ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതാരാണ്, ഇതെന്താണ്, ഇത്രയും കാലം ഇവിടെ കണ്ട ആളല്ലല്ലോ. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താൻ, എൻ്റെ ഒരു ശ്രാവൺ, ഞാൻ ഗുഡ്വില്ലിൻ്റെ ഫൈനാൻസ് കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കായി പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാനാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷെഫ് നമ്മളോടൊപ്പം ഉണ്ട്. ഷെഫ് പ്ലീസ് കം, വരൂ. ഇത്രയും മനോഹരമായ വിഭവങ്ങൾ നമുക്കായി കാഴ്ചവെച്ച ഷെഫ് ഇന്നൊരു ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ അദ്ദേഹമാണ് ഞങ്ങളെ എല്ലാം. നമസ്കാരം, ഇത് ജോബി ജോർജ് തലത്തിലാണ്. ഇത് ശ്രാവൺ കെ ദേവ്. ഈ ശ്രാവണെ ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഷൈലോക്ക് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഫീസിൽ പല ആളുകൾ പല പ്രശ്നങ്ങളുമായിട്ട് ഓടിച്ചാടി നടക്കുമ്പോഴത്തേന് എവിടുന്നോ പൊട്ടി മുളച്ചു വന്ന ഒരു യുവ കോമളനാണ് ഇന്ന് അതിമനോഹരമായ ഒരു റെസിപ്പിയുമായി വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഫിനാൻസ് കൺട്രോളറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വന്തമായി 3 തിയേറ്ററുകളുണ്ട്. പിന്നെ നമ്മളുമായിട്ട് കുടുംബമായിട്ട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു കലാകാരനാണ്. പിന്നെ ആകെപ്പാടെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ പെണ്ണ് കെട്ടിയിട്ടില്ല. സുന്ദരികളായ യുവതികൾ, സൽസ്വഭാവിയായ യുവതികൾക്ക് ഗുഡ്വില്ലുമായിട്ട് ബന്ധപ്പെടാം. നല്ല കോമളനായ ഇവൻ തരും, നല്ലപോലെ കുക്ക് ചെയ്യും. അപ്പോൾ ഇന്ന് ഇവൻ്റെ റെസിപ്പിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. സുന്ദരനായ ഞങ്ങളുടെ ശ്രാവൺ കെ ദേവ് എന്ന എൻ്റെ ബ്രദർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നതായിരിക്കും. ആ റെസിപ്പി നല്ലതല്ലെങ്കിൽ സ്ത്രീകൾ ആരും കല്യാണ ആലോചനയായിട്ട് വരരുത്. ഇത് നല്ലതാണെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, ഇവൻ്റെ മനസ്സ് പോലെ തങ്കപ്പെട്ടതായിരിക്കും ഓരോ ഫുഡ് ഐറ്റംസുകളും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വൈകുന്നേരം കോഫിക്ക്, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചായ കുടിക്കുക അല്ലെങ്കിൽ കാപ്പി കുടിക്കുക എന്ന് പറയുന്ന സംഭവത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡാൽഗോണ കോഫി എന്ന് പറയും. നിങ്ങൾ ഒരുപാട് ഈ പറയുന്ന ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ വളരെയധികം ഫേമസ് ആയ ഒരു ഡിഷാണ് ഡാൽഗോണ കോഫി. ഒരു കൊറിയൻ ഡിഷാണ് ബേസിക്കലി. നമ്മുടെ ഈ കാപ്പച്ചീനോ അല്ലെങ്കിൽ ലാറ്റെ, കോഫി ലാറ്റെ, ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരു വെർഷനായിട്ടാണ് ഡാൽഗോണ കോഫി ഇപ്പോൾ അറിയപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഡാൽഗോണ കോഫി. നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അതായത് നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ആണ് നമ്മൾ സാധാരണ ഡാൽഗോണ കോഫിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം ലൂസായിട്ടുള്ള മിൽക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുകയില്ല. പിന്നെ 1 കപ്പ് കോഫി പൗഡർ, അതുപോലെ തന്നെ 1 കപ്പ് ഷുഗർ. ഇതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 കപ്പ് ഷുഗറിന് 2 കപ്പ് കോഫി പൗഡർ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഐസ് ക്യൂബ്സ്, ചൂടുവെള്ളം. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ 3 കപ്പ്, നോർമൽ നമ്മൾ ടേബിൾ സ്പൂൺ അളവിലാണ് ഇത് എടുക്കേണ്ടത്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. അതിൻ്റെ കൂടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. നമ്മൾ കോഫി പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ഒരു ഫ്ലേവറും ഒരു അരോമയും ഒന്നും സാധാരണ കോഫി പൗഡറിന് കിട്ടില്ല. പക്ഷേ ഈ ഒരു ഡാൽഗോണ കോഫിക്ക് ഏറ്റവും നല്ലത് യൂസ് ചെയ്യേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. നമുക്കത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലതുപോലെ നമ്മൾ വിസ്ക് ചെയ്ത് അല്ലെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ചെയ്യുന്ന സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വിസ്ക് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടുകയുള്ളൂ. ബീറ്റർ ഇല്ലാത്തവർ വിസ്ക് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. വെള്ളം ഒഴിക്കുകയാണ് നമ്മളിതിലേക്ക്. 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് കളർ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രീതിയിൽ വേണം നമുക്ക് ഈ ഡാൽഗോണ കോഫിക്ക് വേണ്ടിയിട്ട് ഈ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട്. ഇതാണ് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസി. ഒരു 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ഈ മിക്സ്ചർ കൊണ്ടുവരാൻ സാധിക്കും. ഡാൽഗോണ കോഫിക്ക് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോഫി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം നമ്മളിതിലേക്ക് 2 ഐസ് ക്യൂബ്സ് ഇടുകയാണ്.
നമ്മളിതിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളിതിലേക്ക് പാലൊഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ടൻസ്ഡ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത തിക്കായിട്ടുള്ള ഡൽഗോണ കോഫിക്ക് വേണ്ടിയുള്ള മിക്സ്ചർ ഇതിലേക്ക് സെർവ് ചെയ്യുകയാണ്. നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ട്രെയിൽ വെച്ച് സെർവ് ചെയ്യാം. നമ്മുടെ ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയും ചെയ്യുന്നത് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു.